മഞ്ചേശ്വരം മണ്ഡലം. ഇത്തവണ എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. നിരവധി രാഷ്ട്രീയ വിവാദങ്ങൾ അവിടെ കഴിഞ്ഞു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും വെറും 0.5% വോട്ടിന് മാത്രം BJP NDA പരാജയപ്പെട്ട മണ്ഡലമാണ് മഞ്ചേശ്വരം. ആ ദുർഭാഗ്യം ഇത്തവണ മറികടക്കാൻ കഴിയുമോ കെ സുരേന്ദ്രന്? അതോ AKM അഷ്റഫ് കോട്ട കാക്കുമോ? KR ജയാനന്ദ, AKM അഷ്റഫ്, കെ സുരേന്ദ്രൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. മഞ്ചേശ്വരത്ത് എത്ര സാമ്പിൾ എടുത്തു അഖിലെ? നമ്മൾ 800-ൽ പരം സാമ്പിൾ എടുത്തു. നമ്മൾ 23 മുതൽ 30-ാം തീയതി വരെയും സാമ്പിൾ എടുത്ത മണ്ഡലമാണ്. 6 ഘട്ട വിസിറ്റ് ആയിരുന്നു. 3 ടീം വിസിറ്റ് ചെയ്തു. എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും സാമ്പിൾ എടുത്തു. അപ്പോൾ ഓരോ ഘട്ട എല്ലാ മേഖലയിൽ നിന്നും സാമ്പിൾ എടുത്തു. അപ്പം ഏറ്റവും കൂടുതൽ സാമ്പിൾ എടുത്ത മണ്ഡലങ്ങളിൽ ഇപ്പോൾ നേമം, കഴക്കൂട്ടം പോലെ ഏറ്റവും കൂടുതൽ ത്രികോണ മത്സരങ്ങൾ കാസർഗോഡ്, മഞ്ചേശ്വരവും വലിയ സാമ്പിൾ സൈസുള്ള മണ്ഡലമാണ്. A കാറ്റഗറിയിലുള്ള മണ്ഡലമാണ്. വളരെ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഈ പറഞ്ഞുകൊണ്ട് വളരെ കുറേ കാലമായി കൊതിപ്പിക്കുകയാണ് സുരേന്ദ്രനെയും BJP. ഒരു തവണ 89 വോട്ടിന്, അപ്പം കഴിഞ്ഞ തവണ 800-ൽ ചില്ലുവാനം വോട്ടിന് മാത്രം പരാജയപ്പെട്ടു. പക്ഷെ എനിക്കൊന്ന് അന്ന് കോന്നിയിൽ മത്സരിച്ചില്ല. അദ്ദേഹം അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അത് മറികടക്കാൻ പറ്റിയേനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. ഇത്തവണയും വളരെ ശക്തമായ മത്സരമാണ് അവിടെ നടക്കുന്നത്. നമ്മൾ ഈ സർവേ എടുക്കുന്ന സമയത്താണ് SDP-യുടെ സ്ഥാനാർത്ഥിത്വം. അവർ സ്ഥാനാർത്ഥിത്വത്തെ പിൻവലിക്കുന്നു. മുസ്ലിം വോട്ടുകൾ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്താണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ മഞ്ചേശ്വരത്ത് സാമ്പിൾ നടക്കുമ്പോഴാണ് ക്ലിയറായ മഞ്ചേശ്വരത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ, ഇപ്പം പെരാമ്പ്രയിൽ നമ്മൾ പറഞ്ഞത് കൂട്ട് ഉള്ള വിഷയങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് ഈ സാമ്പിൾ അവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ റിസൾട്ടിലേക്ക് ഒന്ന് പോവാം. മഞ്ചേശ്വരത്ത് താമര വിരിയുമോ? വരട്ടെ സ്ക്രീനിൽ. ഇല്ല, ലീഗിന് സേഫാണ്. AKM അഷ്റഫ് ഒരിക്കൽ കൂടി 40.54, AKM അഷ്റഫ് 37.10. NDAയുടെ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ 22.36 ആണ്. KR ജയാനന്ദ LDFന്റെ സ്ഥാനാർത്ഥിക്കുള്ളത്. ഇപ്പോഴും തിൻ മാർജിനേ ഉള്ളൂ. UDF ജയിക്കുന്നത് തിൻ മാർജിനിൽ എന്നാണ്. ജയിക്കുകയാണെങ്കിൽ 3.44. കഴിഞ്ഞ 2 തവണയെ അപേക്ഷിച്ചാൽ അത് വലിയ സംഖ്യ. അതെ, വലിയ സംഖ്യയാണ്. ഒരു കാര്യമുണ്ട് അഭിലാഷ്. ഇപ്പൊ AKM അഷ്റഫ് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അദ്ദേഹം വന്ന് അവിടെ ഒരു മണ്ഡലത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറുപ്പക്കാരനാണ്, പല കാര്യങ്ങളിലും ഇടപെട്ടു. ആ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട എന്ത് കാര്യത്തിന് മുന്നിൽ നിൽക്കുന്ന ടോളുമായി ബന്ധപ്പെട്ട് ഇഷ്യൂ, അതുപോലെ തന്നെ പല കാര്യങ്ങളിലും അങ്ങനെ ഒരു സജീവമായി നിൽക്കുന്ന ഒരു MLA എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാൻ AKM അഷ്റഫിന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ 3.44 എന്ന് പറഞ്ഞാൽ പോയേക്കാം. വളരെ ചെറിയ മാർജിനാണ്. പക്ഷേ നമ്മളിപ്പോൾ അപ്പോൾ കണ്ടതിനേക്കാൾ എനിക്ക് തോന്നുന്നു കുറെ കൂടി UDF സേഫ് ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ തവണ 89 സീറ്റിൽ വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ഇത്തവണ ഒരുപക്ഷെ മുൻകാലങ്ങളിൽ LDFന് കിട്ടിയ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി UDFന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു പരീക്ഷണത്തിന് അവർ നിൽക്കില്ല. വലിയ വ്യത്യാസം കാണുന്നില്ല. കഴിഞ്ഞ തവണ VV രമേശൻ മത്സരിച്ചപ്പോൾ 23.5% വോട്ടാണ് കിട്ടിയത്. ഇത്തവണ നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നത് 22% വോട്ടാണ്. 1% കുറവുണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ വളരെ ഒരുപക്ഷെ ഈ നമ്മൾ പ്രൊജക്ട് ചെയ്ത ഈ വാല്യൂ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കെ സുരേന്ദ്രൻ ആയിരിക്കും. അദ്ദേഹം അവിടെ ജയിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മറ്റെല്ലാവരും കൂടി സംഘം ചേർന്ന് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ശ്രമം നടത്തും. ഒരുപക്ഷെ ഞാൻ ജയിക്കുന്നില്ല എന്ന് പറയുന്നതായിരിക്കും അദ്ദേഹത്തിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ BJP ക്യാമ്പിനെ സംബന്ധിച്ച് മഞ്ചേശ്വരം പോലെ മണ്ഡലത്തിൽ സാധ്യതയില്ല എന്ന് പറയുന്നതായിരിക്കും അവർക്ക് സന്തോഷം നൽകുന്ന കാര്യം. ഞാൻ മനസ്സിലാക്കി SIR ഇമ്പാക്ട് എത്രത്തോളം ഈ ഫലത്തെ നിർണ്ണയിക്കുന്ന ഒരു ഘടകം. സ്വാഭാവികമായിട്ടും മംഗലാപുരം പോലുള്ള പ്രദേശങ്ങളിലെ വോട്ടുകൾ ഈ SIR വളരെ നിർണായകമായ ഫാക്ടർ. BJPക്ക് തിരിച്ചടിയാവുന്ന 2 കൂട്ടരുണ്ട്. BJPക്കും ഉണ്ട്, ഒരു പരിധിവരെയുണ്ട്. ഇപ്പോൾ കൂർഗ് പ്രദേശത്ത് താമസിക്കുന്ന ധാരാളം മുസ്ലിംസ് വോട്ടുകൾ മഞ്ചേശ്വരം മണ്ഡലം. ഇപ്പം 2 കൂട്ടർക്കും ഈ പറയുന്ന, നമുക്കറിയാം കൂർഗ് മേഖലയിൽ വളരെ വലിയൊരു കുടിയേറ്റ മലയാളികൾ താമസിക്കുന്നത് മഞ്ചേശ്വരം, കാസർഗോഡ് മേഖലയിൽ നിന്നുള്ളവരാണ്. അപ്പം 2 കൂട്ടരെയും സംബന്ധിച്ച് ഈ SIR വളരെ നിർണായകമായ ഒരു ഘടകമാണ്. ഓരോ വോട്ടും വളരെ നിർണായകമായ ഘടകമാണ്. ഈ കാസർഗോഡ് പറഞ്ഞതുപോലെ തന്നെ ഒരു ശക്തമായ ത്രികോണ മത്സരമല്ല BJPയും UDFും തമ്മിലുള്ള. ഒഴിവായി പോയ ഇരട്ട വോട്ടുകൾ കർണാടക മേഖലയിൽ നിന്ന് ഒഴിവായി പോയ ഒരുപക്ഷെ മുസ്ലിം വോട്ടുകളോ അതല്ലെങ്കിൽ BJPക്ക് കിട്ടാമായിരുന്ന കന്നഡ വോട്ടുകളോ എല്ലാം ഒഴിവായി പോയിട്ടുണ്ടെങ്കിലും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് എല്ലാ വോട്ടുകളും ചേർക്കുക എന്നുള്ള ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും ലീഗ് അത് കൃത്യമായി ആ SIRമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വോട്ട് ചേർക്കലും അതിൻ്റെ മാപ്പിങ്ങും എല്ലാ പരിപാടികളും ഈ പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി അവർ ഓരോ മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് കാസർഗോഡ് അഴീക്കോട് പോലെ മണ്ഡലങ്ങൾ അവർ കൃത്യമായി ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു മുൻതൂക്കം അവർക്ക് കിട്ടും. പിന്നെ അവർക്കൊരു പ്രതീതി സൃഷ്ടിക്കാൻ പറ്റും. എന്താണ്, SDP മത്സരിച്ചിരുന്നെങ്കിൽ BJP ജയിക്കുമായിരുന്നു. ഇപ്പോൾ SDP മത്സരിക്കുന്നില്ല. അതുകൊണ്ട് UDFിലേക്ക് ഈ വോട്ടുകളെല്ലാം വരുന്നൊരു അജണ്ട സെറ്റ് ചെയ്യാൻ
അവിടെ അഭിലാഷ്, അവിടുത്തെ SDP-യുടെ മത്സരം എന്ന് പറയുന്നത് അവിടുത്തെ പ്രാദേശികമായ ഒരു പ്രശ്നത്തെ തുടർന്നുണ്ടായതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ SDPI സ്ഥാനാർത്ഥി പിൻവാങ്ങിയത് മുസ്ലിം ലീഗിന് യഥാർത്ഥത്തിൽ ആശ്വാസം നൽകുന്നുണ്ടോ, അതോ ഈ പ്രശ്നം അവിടെ നിലനിൽക്കുകയും ഭിന്നിക്കാനുള്ള സാധ്യതയുണ്ടോ? മഞ്ചേശ്വരത്ത് അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കില്ല. പക്ഷേ ആ വിഷയം സംസ്ഥാന വ്യാപകമായി ചർച്ച ചെയ്താൽ UDF-ന് അത്ര ഗുണകരമാവില്ല. പക്ഷെ അത് ആ നിലയ്ക്ക് ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ ആ നിലയ്ക്ക് അത് ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ. ഇപ്പൊ നോക്കൂ, SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് UDF സംവിധാനം ആവശ്യപ്പെട്ടു. പാണക്കാട് തങ്ങൾ മുതൽ PK കുഞ്ഞാലിക്കുട്ടി വരെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെ സാമുദായികമായി ഒരു സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ നടത്തിയ ഇടപെടൽ എന്ന നിലയിൽ വേണമെങ്കിൽ അത് ധ്രുവീകരണത്തിന്, ഭൂരിപക്ഷ ഏകീകരണത്തിനൊക്കെ വഴിവെക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ആ നിലയ്ക്ക് അങ്ങ് ഞാനിതിനെ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ആംഗിളിൽ കാണാൻ ആഗ്രഹിക്കുകയാണ്. VS-ന് സീറ്റ് കൊടുക്കാതെ വരുന്നു, അണികളെ ഇറക്കി പ്രകടനം നടത്തുന്നു, VS-ന് സീറ്റ് കൊടുക്കുന്നു, അപ്പോൾ ഒരു ആവേശമുണ്ട്. അതുപോലെ തന്നെ SDPI നോമിനേഷൻ കൊടുക്കുന്നു, മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റ് ആകുമെന്നൊരു പ്രചരണം നടത്തുന്നു, SDPI പിന്മാറുന്നു, ഇനി മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റ് ആവില്ല, അത് എൻ ബ്ലോക്കായി മതേതര അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളെ തോൽപ്പിക്കാൻ വേണ്ടി ഒന്നിക്കും. ആ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ BJP പോക്കറ്റുകളിലെ ഇതൊരു സ്ക്രിപ്റ്റഡ് ആണ്. ഈ സംഭവങ്ങൾ മുസ്ലിം വോട്ടുകൾ LDF-ലേക്ക് പോവാതെ അത് എൻ ബ്ലോക്കായി UDF-ലേക്ക് വരാൻ വേണ്ടി ഒരു സ്ക്രിപ്റ്റഡ് ടാസ്ക് എന്നുള്ള രീതിയിൽ വോട്ടർമാർക്കിടയിൽ ഒരു സംസാരമുണ്ട് അവിടെ. ശരി.